ഞാൻ വെറുതെ പറഞ്ഞല്ല, കീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടേ. ഇതിനകത്തൊരു സംഗതി എടുക്കാനായിട്ട് ഞാനത് ഓൺ ചെയ്യണം, നമ്പർ അടിക്കണം, അതിനുശേഷം മാത്രമേ അത് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ടി വി എസിൻ്റെ സ്മാർട്ട് ഇലക്ട്രിക് സ്കൂട്ടറാണ് ടി വി എസ് എക്സ് എന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മളിത് പോയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ ചാനലുണ്ട്, ഞാൻ ഐ ബട്ടൺ ലിങ്ക് കൊടുക്കാം. എന്തായാലും ഈ വണ്ടി കുറച്ചായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയാൻ പോവാണ്. അപ്പോൾ ഇതാണ് ടി വി എസ് എക്സ്. ടി വി എസ് എക്സ് ഫിക്സ്. എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് ഡിസൈനെ കുറിച്ചാണ്. അതായത് പോസിറ്റീവ്സ് പറയാം. ഈ ഡിസൈൻ എന്ന് പറയുന്നത് കണ്ടംപററി ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ലുക്ക് സബ്ജക്റ്റീവാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, താഴെ കമൻറ്റ് ചെയ്തോ. എന്തായാലും ഇതിൻ്റെ ഈ ഒരു LED ഹെഡ് ലാമ്പ്, അല്ലെങ്കിൽ കോർണർ ലാംപ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ബൾക്കി ആയിട്ടുള്ള ഡിസൈൻ, ഞാനൊരു കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു എൻഡോർക്കും ഒരു FCയും അതിൻ്റെ ഇടയിലൊന്ന് പറക്കി നോക്കി. അപ്പോൾ അതിൻ്റെ വലുപ്പം മനസ്സിലാവുന്നുണ്ട്. വലിയ ബൾക്കി ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് ലുക്സാണ്. രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിന് ഇരിക്കുന്നത് നോക്കണ്ട. 0 to 40 2.6 സെക്കൻഡിൽ. ഇതിന് 15 HP പവർ, 40 Nm ടോർക്കുണ്ട്, 3 മോഡുകളുണ്ട്. നല്ല രസമാണ് ഓടിക്കാൻ. 100 km മുകളിൽ ടോപ്പ് സ്പീഡുള്ള സ്കൂട്ടറാണത്. കൈ കൊടുത്താൽ പറക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും റൈഡുമാണ്. ഇതിൻ്റെ സസ്പെൻഷൻ കൊള്ളാം. നല്ല രസകരമായിട്ട് പറന്ന് കയറി ഓടിക്കുമ്പോഴും നമുക്ക് കംഫർട്ടബിളായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത്. ഇതിൻ്റെ ഹാൻഡ്ലിങ് പാർട്ടും കൊള്ളാം. അതായത് വലിയ വണ്ടിയാണല്ലോ, അപ്പോൾ നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ നല്ല റൈഡ് ക്വാളിറ്റി ഉള്ള ഒരു സ്കൂട്ടറാണിത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ വലിയ വീലുകളും ഈ സസ്പെൻഷനും കൂടി ചേർന്ന് നല്ല റൈഡ് ആൻഡ് ഹാൻഡ്ലിങ് ഈ വണ്ടി തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു പോർട്ടബിൾ ചാർജറാണ്. ആ ചാർജർ വെച്ച് 3.5 മണിക്കൂർ കൊണ്ട് 0 to 80 ചാർജ് ആവുന്നുള്ളത് ഇതിൻ്റെ ഒരു യൂസബിലിറ്റി കൂടുന്നുണ്ട്. പിന്നെയുള്ളത് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സാണ്. ഈ 10.2 ഇഞ്ച് സ്ക്രീനിലാണ് എല്ലാം. ഇങ്ങോട്ട് നോക്കിയേ, ഈ ചാർജിങ് മോഡ് തുറക്കുന്നത്, ചാർജിങ് പോർട്ട് തുറക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഈ യൂട്ടിലിറ്റി ബോക്സ് നോക്കിയേ, ഈ യൂട്ടിലിറ്റി ബോക്സ് തുറക്കുന്നതും ഇങ്ങനെയാണ്. കേട്ടാ, ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അതായത് ഈ 10.2 ഇഞ്ച് സ്ക്രീനിനകത്തേക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ അവൈലബിൾ ആയിട്ടുള്ള സ്കൂട്ടർ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ റൈഡ് മോഡുകൾ, അതിന് സെറ്റിങ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങൾ, ചാവിയില്ല, നമ്പർ അടിച്ചാണ് നമ്മളിത് ഓണാക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സവിശേഷതകളാൽ സമ്പന്നമാണ് ടി വി എസ് എക്സ് എന്ന് പറയാം. പിന്നെയുള്ള ഗുണം എന്ന് പറയുന്നത് ഫിക്സഡ് ബാറ്ററിയാണ് ഇതിന്. അപ്പോൾ ഈ ഫിക്സഡ് ബാറ്ററിയും 140 km ഒരു പറയുന്ന റേഞ്ചും, ആ റേഞ്ചും കൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യമായിട്ട് ഫാസ്റ്റായിട്ട് ഓടിക്കുകയാണെങ്കിൽ 100 km റേഞ്ചൊക്കെ ഈസിയായിട്ട് കിട്ടും. അതും ഈ വണ്ടിയുടെ ഗുണമായിട്ട് പറയാവുന്ന കാര്യമാണ്. സന്തോഷമായി. ഗുണങ്ങൾ മാത്രം പോരല്ലോ, ദോഷങ്ങളും വേണ്ടേ. ആദ്യ ദോഷമെന്ന് ഞാൻ പറയുന്നത് ഇതിൻ്റെ വെയിറ്റാണ്. സാമാന്യം ആളുകൾക്കൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാണ്ട് ബുദ്ധിമുട്ടാവില്ല. പക്ഷേ ഒരിത്തിരി വെയിറ്റ് കുറഞ്ഞ വണ്ടി വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ 134 കിലോ വണ്ടി, ഇപ്പോൾ റിവേഴ്സ് ഗിയർ ഉണ്ട്, എന്നാൽ കൂടിയും ഒരിത്തിരി ഓവർ വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ദോഷങ്ങളായിട്ട് ഞാൻ പറയുകയാണ്. ഒന്നെന്ന് പറയുന്നത് ഫിക്സ്ഡ് ബാറ്ററി. ഇപ്പോൾ ഫ്ലാറ്റ് പോലുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ താഴത്ത് ചാർജിങ് സൗകര്യമില്ല, ഊരി കൊണ്ടുപോയിട്ട് അകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വേണമെങ്കിൽ ദോഷമായിട്ട് പറയാം. പിന്നെ ഈ വലിയ സ്ക്രീൻ, എല്ലാം ഈ സ്ക്രീനിലാണ്. ഈ സ്ക്രീൻ പ്രവർത്തിക്കാതായ ഈ വണ്ടി പ്രവർത്തിക്കാതാവും. അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമൊന്നുമല്ല, കാരണം വാറൻറ്റിയൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയും എല്ലാം കൂടി സ്ക്രീനിനകത്താണ്, ഒരു ചാവി പോലും ഇല്ല എന്നുള്ളത് നമ്മളെപ്പോലുള്ള ഓൾഡ് സ്കൂളായിട്ട് ആളുകൾക്ക് ദോഷമായിട്ട് പറയാവുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ റേഞ്ച് 140 km അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ മോഡുകൾ അത്യാവശ്യം അഡിക്റ്റീവാണ്. ഇപ്പോൾ നമ്മൾ പറന്ന് കയറിയൊക്കെ ഓടിച്ചു പോയാൽ റേഞ്ച് നല്ല കുറയും. ഒരു 100 km to 105 km ഒക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഞാൻ മിക്കവാറും ഒക്കെ നന്നായിട്ട് തന്നെ ഓടിച്ചിരുന്നു, നല്ല ഫാസ്റ്റായിട്ട് ഓടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ലോങ് യാത്രയ്ക്ക് അല്ലെങ്കിൽ ദൂരയാത്രയ്ക്ക് പറ്റാത്തൊരു കാര്യമായിട്ട് നമുക്ക് കാണാം. കാരണം 3.5 മണിക്കൂറോളം 80% ചാർജ് ചെയ്യാനായിട്ട്. ചാർജർ കൊണ്ടു നടക്കാനുള്ള ഗുണമാണ്. ഇതിനകത്ത് ചാർജർ മാത്രമേ വെക്കാനുള്ള സ്ഥലമുള്ളൂ, ഒരു ടൂൾ ബോക്സ് പോലും കൊടുത്തിട്ടില്ല. ഓക്കെ, എന്നിരുന്നാൽ കൂടിയും ഈ സംഗതി തുറക്കുന്നതും ഇത് തുറക്കുന്നതും എല്ലാം സ്ക്രീനിലാണ് എന്നുള്ളത് കൂടിയും നമുക്ക് വേണമെങ്കിൽ എല്ലാം ഈ ഒരു സ്ക്രീനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു ദോഷമായിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ വില
2,66,000 രൂപയുടെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറുകൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളും വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വലിയ കൂടുതലാണെന്നുള്ളത്. കാരണം ടി വി എസ് പോലുള്ളൊരു മെയിൻ സ്ട്രീം ബ്രാൻഡ് സ്കൂട്ടറാണ്. എന്നാലും വില കുറച്ച് കൂടുതലാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. വീണ്ടും പറയാണ്, ലുക്സ് ആർ സബ്ജക്റ്റീവ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൺവെൻഷണൽ സ്കൂട്ടറുകളെ മാത്രം സ്നേഹിക്കുന്ന പഴയ ആളുകൾ, അല്ലെങ്കിൽ പഴയ ആളെന്ന് പറയുമ്പോൾ കുറച്ച് പ്രശ്നമായിരിക്കും, എന്നാലും ആ കൺവെൻഷണൽ സ്കൂട്ടറുകളെ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടിയുടെ ലുക്ക് അത്ര ദഹിക്കണമെന്നില്ല. പക്ഷേ ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് സ്കൂട്ടർ തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്തു, ഹാൻഡ് ലോക്കായി, ഇവിടെ ഈ ലിവറുകൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, പ്രൊട്ടക്ടർ ആക്സറിയാണ്, ഈ ലൈറ്റിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്, കോർണറിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ബ്രേക്കിൻ്റെ ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഒരു ബൈറ്റ് എന്ന് പറയുന്നത്, എല്ലാം നമ്മളെ അഗ്രസീവായിട്ട് ഓടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള സ്കൂട്ടറാണ് എന്നുള്ളതും എക്സിൻ്റെ ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടി വി എസിൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നല്ല ഇലക്ട്രിക് വണ്ടികൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം പറയേണ്ട നാമങ്ങളിലൊന്നെന്ന് പറയുന്നത് ടി വി എസ് എക്സ് എന്നാണ്. ഇതിൻ്റെ വലിയ സീറ്റും ഒരു മോട്ടോ സ്കൂട്ടർ രൂപമുള്ള ഈ ഒരു നടുവിലത്തെ ഒരു വലിയ ഹമ്പും, പിന്നെ ഈ ബാക്കിലെ ടെയിൽ ലാമ്പും, ഇവിടെ കാണുന്ന ഈ ഹാങ്ങറിലെ 2 എയർപ്ലെയിനിൻ്റെ ചിറക് പോലുള്ള ഭാഗങ്ങളും, അതിൻ്റെ മുകളിൽ ജെറ്റ് എഞ്ചിൻ വെച്ച് പോലുള്ള ഇൻഡിക്കേറ്ററുകളും, വലിയ വീലിൻ്റെ ഹഗ്ഗറും, ആ വീലിൻ്റെ അലോയ് വീൽ ഡിസൈനും, മുൻ പിൻ ഡിസ്ക് ബ്രേക്കും, ഈ സസ്പെൻഷനും, അതുപോലെ ഹാങ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഫുഡ് റെസ്റ്റുമെല്ലാം ഈ വണ്ടിയെ കാലികമാക്കുന്നുണ്ട്, ഈ കണ്ണാടി അടക്കം. അപ്പോൾ ഇതാണ് ടി വി എസ് എക്സിൻ്റെ ഗുണദോഷം എന്ന് പറയുന്നത്. ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയുന്നത്, എനിക്ക് വണ്ടി ഇഷ്ടമാണ്, ഇത് ഓടിക്കാൻ ഇഷ്ടമാണ്, വാങ്ങാൻ ഒരു പക്ഷേ മടിച്ചേക്കും, കാരണം എനിക്ക് സ്ക്രീൻ പോരാ, എനിക്ക് ചായ വേണം, അത് എൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്തോളൂ. ഇതൊരു നല്ല സ്കൂട്ടറാണെന്നാണ് എനിക്കിതിനെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യം. ഞാൻ വെറുതെ പറഞ്ഞതല്ല, കീ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടേ. ഇതിനകത്തൊരു സംഗതി എടുക്കാനായിട്ട് ഞാനത് ഓൺ ചെയ്യണം, നമ്പർ അടിക്കണം, അതിനുശേഷം മാത്രമേ അത് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല.